ഹലോ എവ്രി വൺ. ഇന്ന് സ്വർഗ്ഗവാതിൽ ഏകാദശിയാണല്ലോ. അപ്പോൾ ഞാൻ എന്താ ഉണ്ടാക്കണേ എന്നുള്ളതാണ് കാണിക്കണേ. ബ്രേക്ക്ഫാസ്റ്റിന് കപ്പ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട ശേഷം ഉപ്പും ചേർത്ത് വേവിക്കാൻ വെക്കുകയാണ്. 2-3 പ്രാവശ്യം വെള്ളം മാറ്റുകയും ചെയ്യും. ഇപ്പോൾ രാവിലെ പൂരി ഉണ്ടാക്കാനായിട്ട് മാവ് കുഴയ്ക്കാൻ പോവാണ്. അങ്ങനെ കുഴച്ച് വെച്ചു. പൂരിയും ഉണ്ടാക്കി തുടങ്ങി. അവിടെ സൈഡിൽ നമ്മുടെ കപ്പ ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ട്രിപ്പ് വെള്ളം മാറ്റി ഇപ്പോൾ സെക്കൻഡ് ട്രിപ്പ് വെള്ളം ചേർത്തിരിക്കുകയാണ് ആ കപ്പടൊക്കെ ഇട്ട് കളയാനായിട്ട്. അപ്പോൾ അത് അങ്ങനെ പൂരി ആയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ഉള്ളി കൂട്ടില്ലല്ലോ, അപ്പോൾ ജസ്റ്റ് നാളികേരവും മഞ്ഞൾപ്പൊടിയും പച്ചമുളകും മാത്രമേ അരച്ചുള്ളൂ. ജീരകം പോലും ഞാൻ ചേർത്തിട്ടില്ല. കപ്പ ഇപ്പോൾ വെന്തിട്ടുണ്ട്. അതിലേക്ക് ഇപ്പോൾ ഈ അരച്ച നാളികേരത്തിൻ്റെ അരപ്പ് ആഡ് ചെയ്യുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. പിന്നെ കരിവേപ്പിലയും ആഡ് ചെയ്തു, വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തു. അപ്പോൾ സത്യം പറയാലോ, നല്ല ടേസ്റ്റാണ്. വെരി സിമ്പിളായിട്ട് നമ്മൾ ഉണ്ടാക്കി, പക്ഷേ നല്ല ടേസ്റ്റും. നമ്മൾ വിസ്തരിച്ചുണ്ടാക്കിയാൽ ഈ ടേസ്റ്റ് വരുമോ എന്ന് സംശയമാണ്. എന്തായാലും ഹസ്ബൻഡും മോൾക്ക് നല്ല ഇഷ്ടമായി, എനിക്കും ഇഷ്ടമായി. അപ്പോൾ പൂരിക്ക് ഇതായിരുന്നു ഞങ്ങളുടെ കോമ്പിനേഷൻ. കപ്പ ഇങ്ങനെ ഒന്നും ചേർക്കാതെ ജസ്റ്റ് കപ്പ മാത്രം വെച്ചിട്ട് ഒരു പുഴുക്കും ഉണ്ടാക്കി പൂരിയുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയി. വടക്കന്തര അമ്പലത്തിൽ, അവിടെ മഹാവിഷ്ണുവിൻ്റെ അമ്പലമാണ്. അപ്പോൾ അവിടെ പോയിട്ടൊക്കെ തൊഴുതിട്ട് വന്നു. തിരക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് അപ്പോൾ പിന്നെ ബ്രോക്കൺ വീറ്റ് വെച്ചിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചീഞ്ചട്ടിയിൽ ഇത് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായപ്പോൾ ഒരു പച്ചമുളകും കുറച്ച് കരിവേപ്പിലയും ഇട്ട് കൊടുത്തു. ഞാൻ കടുകും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മുടെ പച്ചമുളക് ഒന്ന് മൂത്തപ്പോൾ ഒരു 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് പാകത്തിന് ഉപ്പും ആഡ് ചെയ്തു. ഞാൻ 1.5 ഗ്ലാസ് ബ്രോക്കൺ വീറ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് 3 ഗ്ലാസ് വെള്ളവും എടുത്തു. പിന്നെ ഉപ്പും ആഡ് ചെയ്ത ശേഷം നന്നായിട്ട് അങ്ങോട്ട് വെള്ളം തിളച്ച് വരുമ്പോൾ ഞാൻ നമ്മുടെ ഈ ബ്രോക്കൺ വീറ്റ് കഴുകി വെച്ചത് അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുത്തു. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ആഡ് ചെയ്ത ശേഷം നന്നായിട്ട് ഇളക്കി ഒരു മീഡിയം ഫ്ലെയിമിൽ അടച്ചങ്ങോട്ട് വേവിക്കാനായിട്ട് വെച്ചു. കുറച്ച് നേരം എടുക്കുമല്ലോ കുക്ക് ചെയ്യാനായിട്ട്, അതുകൊണ്ടൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചത്. അപ്പോൾ ഇനി നമ്മുടെ ഉപ്മാവ് അവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ദാ ഉപ്മാവും ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ നാളികേരം ഇട്ട് കൊടുക്കുകയാണ്. കടുകിടാത്തത് നന്നായി. ഉപ്മാവ് ഉണ്ടാക്കിയ ശേഷമാണ് പറഞ്ഞത് എനിക്ക് കഞ്ഞി മതിയെന്ന് ഹസ്ബൻഡ് പറഞ്ഞു. പിന്നെ ഞാൻ ഇതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റിയിട്ട് കഞ്ഞി ഉണ്ടാക്കാൻ കുറച്ച് വെള്ളവും ആഡ് ചെയ്തു, ശർക്കരയും ഇട്ടു. അപ്പോൾ ആ കഞ്ഞിയും നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഇന്ന് എന്തുണ്ടാക്കുമ്പോഴും നല്ല ടേസ്റ്റ്. സിമ്പിളായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, പക്ഷേ അതിന് നല്ലൊരു ടേസ്റ്റ്. മറ്റേ ഏകാദശിക്ക് നമ്മൾ അരി ആഹാരം കഴിക്കില്ലല്ലോ, ഗോതമ്പ് ആഹാരമാണല്ലോ. അപ്പോൾ അങ്ങനെ ഉപ്പുമാവ് റെഡിയായി. അപ്പോൾ ഉച്ച ഊണിന് ഉപ്മാവും പഴവുമാണ് ഞാൻ എടുത്തത്. ഹസ്ബൻഡിന് കഞ്ഞി മതി എന്നും പറഞ്ഞ് ഞാൻ കഞ്ഞിയാക്കി കഞ്ഞിയും കൊടുത്തിട്ടുണ്ട്. പുഴുക്കും ബാക്കിയുണ്ട്, അത് നമുക്ക് രാത്രിത്തേക്കും യൂസ് ചെയ്യാം. ഇപ്പോൾ അതാ ഞാൻ ഈ ഉപ്മാവിൻ്റെ ഇത് വെച്ചിട്ട് കഞ്ഞി ഉണ്ടാക്കിയത്. രാത്രിത്തേക്കും ഇത് ബാക്കി ഉണ്ടാകും. പിന്നെ ഫ്രൂട്ട്സും ഉണ്ട്. അപ്പോൾ ഇന്ന് സ്വർഗ്ഗവാതിൽ ഏകാദശിക്ക് ഞാൻ ഇതൊക്കെയാണ് ഉണ്ടാക്കിയത്. അതാണ് ഞാനിവിടെ കാണിച്ച് തന്നത്. നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ്.